കരോളിൽ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട സാന്റ, നമ്മുടെ കരോളിൻ്റെ കുട്ടുഗായക സംഘങ്ങളെ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കരോളിൽ ഇറങ്ങിയിട്ട്. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കരോളിൻ്റെ കൊട്ടി താളം ഡാൻസ് ഇത് കുറച്ചുകൂടെ ഒന്ന് പൊലിപ്പിക്കണം. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. സംഭവം നമ്മൾ ക്രിസ്മസിനും ന്യൂ ഇയറിനും അടിച്ചു പൊളിച്ച് പുട്ടടിക്കാൻ വേണ്ടി കരോൾ നടത്തുന്നതാണെങ്കിലും നമ്മുടെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എടാ, നമ്മൾ പാട്ട് പാടി ഡാൻസ് കളിക്കുമ്പോൾ വീട്ടുകാരൻ നമ്മുടെ കൂടെ വന്ന് ഡാൻസ് കളിക്കണം. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പൈസ കിട്ടത്തുള്ളൂ. സ്ത്രീകൂട്ടം പറഞ്ഞ വളരെ ശരിയാണ്. എന്നും വെച്ച് കണ്ട ബിവറേജിന്റെ ഷാപ്പിന്റെ ഒന്ന് മുന്നിൽ കിടന്ന് തുള്ളാന്ന് എനിക്ക് പറ്റത്തില്ല. അവന്മാരെന്തെങ്കിലും വെളിവില്ല പറഞ്ഞോണ്ട് നിങ്ങൾ എന്തിനാ കൊട്ടാൻ നിൽക്കുന്നേ? നമുക്കല്ല കാശ് കിട്ടിയില്ലടാ. കാശൊക്കെ കിട്ടി, പക്ഷെ 2.5 മണിക്കൂർ അവന്മാരൊന്ന് അടുക്കരുത് ഞാൻ തുള്ളിയത്. സാന്റയുടെ പദ വന്ന് ഞാനൊരു മനുഷ്യരില്ലയോ. പറയട്ടെ, നമ്മൾ ഇന്ന് വേറെ റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് ടെൻഷൻ അടിക്കുന്നത്. നമ്മൾ ഇന്ന് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത് അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറാക്കി ഓണാക്കിയ ഇത് നമ്മുടെ ക്രിസ്മസ്. കമോൺ ഗൈസ്. ക്രിസ്മസ് ആയടാ, സാന്റ വന്നടാ, ബാൻഡ് കൊണ്ടടാ, ക്രീം കേക്ക് കൊണ്ടോടാ, ചാറ് തൂക്കടാ, ക്രിസ്മസ് അല്ലേടാ. എന്നാലും നാട്ടാരേ ഒരാട് നമ്മുടെ സാന്റ. പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, പറ്റോങ്കിൽ ഈ പാട്ടിന് കാശ് കൊട്. ആട് സാന്റേ, ആടാട് സാന്റേ, ആടാട് സാന്റേ, ആട് സാന്റേ, ആടാട്. പട്ടിയില്ല, വാ കയറിക്കോ. കൊട്ടാ റെഡി ആയിക്കോ. പറഞ്ഞേ ഒച്ച വെക്കല്ലേ. വേറൊന്നുമല്ല, കുഞ്ഞകത്ത് ഉറങ്ങാണേ. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കി. ഇത്ര നേരം ഭയങ്കര കരച്ചിലായിരുന്നു. വൈഫ് കൂടി ഇല്ല. അതാ നിങ്ങൾ പാട്ട് പാടണ്ട, പൈസ വെച്ചോന്നാ പ്ലീസ് പാടാത്ത